നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേ നത്തോലി, അതായത് നമ്മുടെ നാട്ടിലൊക്കെ വത്തല് എന്ന് പറയും, ആ മീൻ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അധികം ആരും ട്രൈ ചെയ്യാത്ത നല്ലൊരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ ഇത് 1.5 കിലോ മീനുണ്ട്. ഇനി ഇത് നന്നാക്കി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നന്നാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ചെതുമ്പൽ പോകാൻ വേണ്ടിയിട്ട് കഴുകി എടുത്തതാണ്. ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനാവശ്യമായ വാളംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇതൊരു മിക്സിയുടെ ജാർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 3 തക്കാളി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ചിടാം. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളിയോളം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 10-12 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നടു കീറി കൊടുക്കാം. അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ മസാല എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് മീനിൽ ഇട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ വറ്റിച്ചത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ. അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഒരു കളറൊക്കെ ഉണ്ടാവും. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോരുത് കേട്ടോ. ഇനി നമ്മുടെ അരപ്പ്, ഇതിലേക്ക് സ്പെഷ്യലായ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ കേട്ടോ. ഇനി മിക്സിയിലെ ജാറിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് ഇന്ന് അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴിച്ചെടുക്കാം. ഇത് ബാക്കിയുള്ളതൊന്ന് പോരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികമായിട്ട് തിരുമാതെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. നത്തോലി മീനല്ലേ, വത്തൽ മീനല്ലേ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഒന്നുകൂടി ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ മതി കേട്ടോ. ഈ വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടണം നമുക്ക്. ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം നമ്മൾ ചട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സ്പൂണോ കയ്യിലോട്ട് ഒന്നും ഇളക്കരുത്. ഇതേപോലെ നമുക്ക് ചുവറ്റെടുത്താൽ മതി. ഇനി തീ ഒന്ന് കൂട്ടി വെച്ച് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്, മൂടി വെക്കാതെ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒരു 3/4 ഭാഗത്തോളമൊക്കെ വറ്റി വന്നു. ഇത്ര മതി കേട്ടോ, ഫുള്ളായിട്ട് വറ്റി പോകരുത്. അപ്പോൾ നമ്മൾ വേറെ വെള്ളം ഇതിൽ അഡീഷണലായിട്ട് ചേർത്തിട്ടൊന്നുമില്ല. ഇതിലുണ്ടായിരുന്ന വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ മതി. നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി പറഞ്ഞു കൊടുക്കാം.
ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി പറഞ്ഞു കൊടുക്കാം. മതി കേട്ടോ. ഇനി ഇത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. ഇതുണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. നല്ല രുചി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാല ഒക്കെ ചേർത്ത് നത്തോലി വറ്റിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇതുണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയായിട്ട് അതിങ്ങനെ പിന്നെ ഉണ്ടാക്കിയെടുത്താൽ ചോറിന്, ചപ്പാത്തിക്ക്, പൊറോട്ടക്കൊക്കെ കഴിക്കാം. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.